ഈ 2011 മുതൽ ഇവിടെ മത്സരരംഗത്തുണ്ട്, പല ഘട്ടങ്ങളിലായി. പക്ഷേ മത്സര രംഗത്തേക്കാണ് അദ്ദേഹം വരുന്നത്. ഒരു ദേശാടന പക്ഷിയെ പോലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേക്കും മഞ്ചേശ്വരത്തേക്ക് വരുന്ന ഒരാളാണ്. ഇത് ബി ജെ പിയുടെ പ്രാദേശികമായി വലിയ എതിർപ്പ്. രവീശ തന്ത്രി കുണ്ടാർ എന്ന് പറയുന്ന ബി ജെ പി സ്ഥാനാർത്ഥി പോലും അതിൽ സുരേന്ദ്രനെതിരെ, ബി ജെ പി നേതൃത്വത്തിനെതിരെ പല ഘട്ടങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സ്ഥിതി എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ കാസർഗോഡ് നിന്ന് ജയിക്കാനായിട്ട് എവിടെന്നോ പറന്നിറങ്ങുന്ന ഒരു പക്ഷിയാണെന്നുള്ള മട്ടിൽ ബി ജെ പിക്കാരുടെ എതിർപ്പ് കൂടെ നിലനിൽക്കുന്നുണ്ട്. ഇനി വേറൊരു വിഷയം, നമ്മൾ സവിശേഷമായി പരിഗണിക്കേണ്ട ഒരു വിഷയം മഞ്ചേശ്വരത്തുള്ളത് SIR-മായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഏതാണ്ട് 16,000-ഓളം വോട്ടുകളാണ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ കുറഞ്ഞിരിക്കുന്നത്. ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ കുറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് പ്രധാനമായും ബി ജെ പിയുടെ വോട്ട് സാധ്യതകളെയാണ്. മറ്റും തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ബി ജെ പിയുടെ വോട്ട് സാധ്യതകളെയാണ് കുറയ്ക്കുന്നതെന്നാണ് പല നിരീക്ഷകരുടെയും കണക്കുകൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാനുള്ള ആളുകളെയാണ് മിക്കവാറും ഭൂരിപക്ഷം ആളുകളെയും SIR-ൽ നിന്ന് ഭാഗമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. മറിച്ച് അവിടെ മുസ്ലിം ലീഗ് വളരെ ഫലപ്രദമായി SIR പ്രക്രിയയിൽ ഇടപെടുകയും മുഴുവൻ ആളുകളുടെയും വോട്ട് പരമാവധി വോട്ടർമാരായി നിലനിർത്താൻ അവർ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ബി ജെ പിക്ക് അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം കൊണ്ടുകൂടി ബി ജെ പിക്ക് ഇത്തവണയും മോഹം വെച്ച് പുലർത്താമെന്നല്ലാതെ അവിടെ ജയിക്കാനുള്ളൊരു സാധ്യത ഇപ്പോഴും വളരെ വിദൂരമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. KG മാരാരുടെ കാലം മുതൽ അവിടെ ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ പുലർത്തുന്നൊരു മണ്ഡലമാണ്. പക്ഷേ KG മാരാരെയൊക്കെ അപേക്ഷിച്ച് വളരെ ചെറിയൊരു മനുഷ്യനാണ് ഈ K. സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജയിക്കാൻ ദേശാടന പക്ഷിയായി വരുന്ന ഒരാളെ ജയിപ്പിക്കാൻ മഞ്ചേശ്വരംകാർ തയ്യാറാകുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഒരു അവസാനമായി പ്രതീക്ഷ പുലർത്തുന്നൊരു മണ്ഡലമാണ്. ആ കാര്യം നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. അവർക്ക് ആ നിലയ്ക്കുള്ള വോട്ട് ബേസും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും ഈ CPM-നെ സംബന്ധിച്ചോളം 30-35,000 വോട്ടുകൾ കിട്ടുന്ന ഒരു മണ്ഡലമാണ്. ലീഗിൻ്റെ വോട്ടിനോടൊപ്പം മതേതര വോട്ടുകൾ ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ തിരിയാനുള്ള സാധ്യതയും ലീഗ് സ്ഥാനാർത്ഥി തന്നെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു മതേതര വോട്ടുകളുടെ കൺസൾട്ടേഷനൊക്കെ അവർ മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ BJP-നെ സംബന്ധിച്ചിടത്തോളം അങ്ങ് പറഞ്ഞ പോലെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു ജയം എന്ന് പറയുന്നത്. ജയിക്കില്ല എന്നല്ല, വലിയ ബുദ്ധിമുട്ടുള്ള അടുത്ത് നിൽക്കുന്ന ഒരു മണ്ഡലമാണ്, വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് BJP-നെ സംബന്ധിച്ചിട്ട്. ഇപ്പം നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഇത് വ്യക്തമായിട്ട് തെരഞ്ഞെടുപ്പിലും രാജ്മോഹൻ ഉണ്ണിത്താൻ 17,000-ലധികം വോട്ടുകൾ, അദ്ദേഹത്തിന് ഏകദേശം 17,258 വോട്ടുകളുടെ ഭൂരിപക്ഷം അന്ന് ലീഡുണ്ട് ഈ മണ്ഡലത്തിൽ മാത്രം. അതായത് രാജ്മോഹൻ ഉണ്ണിത്താന് ഈ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൻ്റെ ആ ഒരു റീജിയണിൽ മാത്രം കിട്ടിയിരിക്കുന്ന വോട്ടെന്ന് പറഞ്ഞാൽ 74,437 വോട്ടാണ്.